ഹലോ, എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടെ വരെ എത്തി? ഞാൻ ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാണേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾ ഒരിടം വരെ ഇറങ്ങിയതാണ്. ഞങ്ങൾക്കൊരു പോകേണ്ട ആവശ്യമുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് ഈ മനോഹരമായിട്ടുള്ള സ്റ്റാറുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയെന്ന് മാത്രം. അകലെ നിന്നിട്ട് ഞാനൊരു വെറൈറ്റി സ്റ്റാർ കണ്ടു. നിങ്ങൾ കണ്ടോ? നിങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടോ അങ്ങനത്തെ ഒരു സ്റ്റാർ? ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ അമ്മിട്ട് വിരിയുന്നത് പോലെ ഉള്ളൊരു സംഭവം. ഇവൻ്റെ സംസാരം കേട്ടപ്പോഴേ ഈ സ്റ്റാറൊക്കെ ഇവ ഉണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നിയിട്ടോ. ഇത് നിന്നിട്ടൊരു ഈ ഒരു സ്റ്റാറിൽ നിന്നിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അതിൽ സൗണ്ട് വരുന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം ഒരു 350 ഉള്ളൂ. അകലെ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്, ഈ സ്റ്റാർ. ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവന് വാക്കും കൊടുത്ത് പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. ഞങ്ങൾ സത്യത്തിൽ വന്നത് എന്താ പറയുക, അറിയാലോ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒരു കാരണം കുഞ്ഞാറ്റയുടെയും മോനുൻ്റെയൊക്കെ ശാരീരിക അവസ്ഥയും കഫക്കെട്ടും ചുമയൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് വിവരം പറയാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കട കാണാം. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റിയതും ഇങ്ങനത്തെയുള്ള ബിസിനസ് ചെയ്യാൻ പറ്റിയതും പാരൻസിൻ്റെ ഈ പോക്കറ്റൊക്കെ കാലിയാകുന്നതുമായിട്ടുള്ളൊരു പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനിക്കാം, വേറെ ഒന്നല്ല, എൻ്റെ മക്കൾ എന്നോട് ഒരു വാശി പോലും കാണിക്കില്ല. അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ കൂടെ അങ്ങനെ ഒന്നും വാശി പിടിച്ച് നടക്കില്ല. അതാ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ കൂടെ അവർക്ക് എപ്പോഴും ഇങ്ങനെ കളിക്കണം, അവരുടെ കൂടെ എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വാശി പിടിച്ച് കരയുക, ടോയ്സ് വാങ്ങിക്കുക, ഇതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇവനെ കണ്ടോ, ഇവനാണ് ഈ കടയുടെ അനന്തരാവകാശി. ഇത്രയും കളി സാധനങ്ങൾ ഉണ്ടായിട്ടേ ചെറിയ ടോയ്സുമായിട്ട് കളിക്കുന്ന ഇവനോട് എനിക്ക് ചെറിയ ബഹുമാനം തോന്നി. അവനോട് ഞാൻ ചോദിച്ചു, നീ എന്തായിട്ട് ഇതുമായിട്ട് കളിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി കേട്ടോ. എനിക്ക് ടോയ്സ് ഒന്നുമില്ല, എൻ്റെ പപ്പ എനിക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാറ്റയുടെ അടുത്ത് പറഞ്ഞു, കണ്ടില്ലേ അവനെ ഇത്രയധികം ടോയ്സ് ഉണ്ടായിട്ട് പോലും അവൻ വാങ്ങിച്ച് വാശി പിടിച്ച് മേടിക്കണില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു അവൻ്റെ അടുത്ത്, ജനിച്ചിട്ട് നീ ഇന്ന വരയ്ക്ക് ഒരു ടോയ്സ് നിനക്ക് തന്നിട്ടില്ല, അപ്പം ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പ്രൊഡക്റ്റൊക്കെ ചിലപ്പോൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ടായിരിക്കണമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ കുഞ്ഞാറ്റയുടെ കുഞ്ഞാറ്റയ്ക്ക് അത് വലിയൊരു തോന്നുന്നില്ല. കുഞ്ഞാറ്റ തന്നെ ഇടയ്ക്ക് പറയും എന്നൊക്കെ എന്നോട് പറഞ്ഞ് ഇതാക്കി. അപ്പം ഞാൻ വീണ്ടും ഇവനോട് ചോദിച്ചുടാ, സത്യം പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, എനിക്ക് അങ്ങനെ ടോയ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആ ഒരു ചാപ്റ്റർ ഞങ്ങളവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം അവൻ്റെ പപ്പ വന്നു. അപ്പോൾ ഞാൻ ഇവരെ എന്താ പറയുക കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെ 3 പേരേനെയും കളിപ്പിക്കുകയാണ്, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവങ്ങനെ അവരെ ആക്ഷൻ കാണിക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാ, ഇവൻ പറയുകയാണേ ഇങ്ങനെ കളി സാധനങ്ങളും